പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായ പറവൂർ താലൂക്കിൽ ആശുപത്രി കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. വാഹന പാർക്കിംഗിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. താഴെ നിർത്തിയിരുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ UDF ഭരിക്കുന്ന നഗരസഭാ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ബുധനാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. ആശുപത്രി ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നതിന് സമീപത്തുള്ള ഉപയോഗശൂന്യമായ കെട്ടിടമാണ് ഭാഗികമായി ഇടിഞ്ഞു വീണത്. മുൻപ് എക്സ്റേ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണിത്. കെട്ടിടത്തിന് താഴെ നിർത്തിയിട്ടിരുന്ന 2 ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പകൽ സമയത്ത് നിരവധി പേർ വന്നു നിൽക്കുന്ന സ്ഥലമാണിത്. അപകടം രാത്രിയിലായതിനാൽ വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു. ജീർണാവസ്ഥയിലായ നിരവധി കെട്ടിടങ്ങൾ ആശുപത്രി വളപ്പിലുണ്ട്. ഇവ പൊളിച്ചുമാറ്റുന്നതിന് സ്ഥലം MLA കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശനും ആശുപത്രിയുടെ നിർവഹണ ചുമതലയുള്ള നഗരസഭാ അധികൃതരും കാലതാമസം വരുത്തുന്നതാണ് ഇതുപോലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. 1 വർഷം മുമ്പ് കാലപ്പഴക്കം ചെന്ന മറ്റൊരു കെട്ടിടത്തിന് തീപിടിച്ചിരുന്നു. വർഷങ്ങളായി ഉപയോഗിക്കാതെ ജീർണാവസ്ഥയിലായ കെട്ടിടങ്ങൾ ആശുപത്രി വളപ്പിൽ നിന്ന് നീക്കം ചെയ്യാൻ UDF ഭരിക്കുന്ന പറവൂർ നഗരസഭാ അധികൃതർ തയ്യാറാകണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് TV നിതിൻ ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, കൊച്ചി.